എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഓരോ ക്രിക്കറ്റ് പ്രേമികളും. അപ്പോൾ ഇത്തവണ T20 വേൾഡ് കപ്പിലുള്ള 20 ടീമുകളുടെയും സ്ക്വാഡ് അനാലിസിസ് വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതിൽ ആദ്യ പാർട്ട് എന്ന വണ്ണം ടീം ഇന്ത്യയുടെ ഫുൾ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സും പ്രോബബിൾ 11 ഒക്കെ ഉൾപ്പെടെ ഒരു സ്ക്വാഡ് അനാലിസിസ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് കയറി കാണുക. അതിലെ രണ്ടാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഇത്തവണ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. രണ്ടാം എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കരുത്തരായ ഇംഗ്ലണ്ടിൻ്റെ ഫുൾ സ്ക്വാഡ് അനാലിസിസ് വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. സോ ടീം ഇംഗ്ലണ്ട് കരുത്തർ 2022 T20 വേൾഡ് കപ്പിൻ്റെ നിലവിലെ ചാമ്പ്യന്മാർ ടീം ഇംഗ്ലണ്ട്. സോ 2022 ജോസ് ബട്ട്ലറുടെ നേതൃത്വത്തിൽ ICC മെൻസ് T20 വേൾഡ് കപ്പ് ഉയർത്തിയ ഇംഗ്ലണ്ട് ഇത്തവണ 2024 T20 വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ അവരുടെ മുൻപിൽ പ്രധാനപ്പെട്ട ഒരു കടമ്പയുണ്ട്, ഒരു നാഴിക കല്ല് തന്നെയുണ്ട്. ഇത്തവണ T20 വേൾഡ് കപ്പ് നേടുകയാണെങ്കിൽ ICC മെൻസ് T20 വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ 3 കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീം എന്ന നേട്ടം അവർക്ക് അവകാശപ്പെടാം. അതിനാൽ തന്നെ അത്ര പെട്ടെന്നൊന്നും തകർക്കാനാവില്ല ഇംഗ്ലണ്ടിൻ്റെ ആത്മവിശ്വാസത്തെ. സോ 2022 അവരെ T20 വേൾഡ് കപ്പിലേക്ക് രണ്ടാം കിരീടത്തിലേക്ക് നയിച്ച ജോസ് ബട്ട്ലർ തന്നെയാണ് ഇത്തവണയും അവരുടെ നായകൻ. കരുത്തുറ്റ ടീം തന്നെയുമായിട്ടാണ് ഇത്തവണ ഇംഗ്ലണ്ട് T20 വേൾഡ് കപ്പിന് എത്താൻ പോകുന്നത്. T20 വേൾഡ് കപ്പിന് മുന്നോടിയായി നടക്കുന്ന അവരുടെ അവസാന പരമ്പര പാകിസ്ഥാനെതിരെ 3 പരമ്പരയിൽ അതിൽ മികച്ച വിജയം നേടിക്കൊണ്ട് തന്നെയാണ് ബട്ട്ലറും സംഘവും T20 വേൾഡ് കപ്പിലുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തവണ ഗ്രൂപ്പ് ബിയിലാണ് ഇംഗ്ലണ്ടിന് പുറമെ ഓസ്ട്രേലിയ, നമീബിയ, സ്കോട്ട്ലാൻഡ്, ഒമാൻ എന്നിവരാണ് ഗ്രൂപ്പ് ബിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സോ അതിനാൽ തന്നെ ഗ്രൂപ്പിലെ കരുത്തർ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തന്നെയാണ്. സോ അതിനാൽ തന്നെ ഓസ്ട്രേലിയയെ തകർത്താൽ, അതായത് 2023 ഏകദിന വേൾഡ് കപ്പിന് ചാമ്പ്യന്മാരായിട്ടുള്ള ഓസ്ട്രേലിയയെ തകർത്താൽ, ഗ്രൂപ്പ് മാച്ചിൽ തകർത്താൽ ഇംഗ്ലണ്ടിന് അനായാസം സൂപ്പർ 8 ബെർത്ത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സൂപ്പർ 8 ക്വാളിഫൈ ചെയ്യാം. വലിയ അട്ടിമറികളൊന്നും നമീബിയ, സ്കോട്ട്ലാൻഡ്, ഒമാൻ ടീമുകളിൽ നിന്നുണ്ടായാൽ മാത്രമേ ഇംഗ്ലണ്ടിന് പുറത്തേക്കുള്ള വഴി തെളിയും. പക്ഷേ 2023 ഏകദിന വേൾഡ് കപ്പിലെ ദയനീയ പ്രകടനം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഉറക്കം കെടുത്താൻ പോകുന്നത്. വൻ താരനിരയും പോലും ഇന്ത്യയിൽ 2023 ഏകദിന വേൾഡ് കപ്പിൽ വളരെ ദയനീയമായ പ്രകടനം തന്നെയായിരുന്നു ബട്ട്ലറുടെ സംഘം കാഴ്ചവെച്ചത്. സോ അതിനെല്ലാം കണക്ക് ചേർത്ത് മറുപടി നൽകണം ഇത്തവണ T20 വേൾഡ് കപ്പിൽ ബട്ട്ലറുടെ സംഘത്തിന്. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡ് നമുക്കൊന്ന് പരിശോധിക്കാം. ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ, മൊയിൻ അലി, ജോഫ്ര ആർച്ചർ, ജോണി ബെയർസ്റ്റോ, ഹാരി ബ്രൂക്ക്, സാം കറൻ, ബെൻ ഡക്കറ്റ്, ടോം ഹാട്ട്ലി, വിൽ ജാക്സ്, ക്രിസ് ജോർഡാൻ, ലിയാം ലിവിങ്സ്റ്റൺ, ആദിൽ റഷീദ്, ഫിൽ സോൾട്ട്, റീസ് ടോപ്പിൽ, വുഡ്. ഇംഗ്ലണ്ടിൻ്റെ ഗ്രൂപ്പ് മത്സരങ്ങളിലേക്ക് വരുവാണെങ്കിൽ ജൂൺ 4 സ്കോട്ട്ലൻഡിനെയും, ജൂൺ 8 ഓസ്ട്രേലിയയും, ജൂൺ 14 ഒമാനെയും, ജൂൺ 15 അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ നമീബിയയും അവർ നേരിടും. ഇനി ഇംഗ്ലണ്ടിൻ്റെ കുറച്ച് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിലേക്ക് നമുക്കറിയാം. കരുത്തുറ്റ ബാറ്റിംഗ് നിര തന്നെ ഇത്തവണ ഇംഗ്ലണ്ടിൻ്റെ ശക്തി. ജോസ് ബട്ട്ലറും ക്യാപ്റ്റൻ ബട്ട്ലർ മുന്നിൽ നിന്ന് നയിക്കുന്ന ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ IPL വമ്പനടിക്കാരായ വിൽ ജാക്സും, ഫിൽ സാൾട്ടും, ജോണി ബെയർസ്റ്റോയും, സാങ് പറണും പുറമെ ബെൻ ഡക്കറ്റും കൂടി ഹാരി ബ്രൂക്കും ഇത്തവണ ചേരുന്നുണ്ട്. ബാറ്റിംഗ് കരുത്തരാണെങ്കിൽ പോലും ബൗളിങ്ങിലാണ് അല്പം ഇംഗ്ലണ്ടിന് നിലവിലെ ചാമ്പ്യന്മാർക്ക് അല്പം സങ്കടമുള്ളത്. കാരണം അത്ര എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ എതിരാളികളെ അത്ര കണ്ട് ഭയപ്പെടുന്ന ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റല്ല ഇത്തവണ ഇംഗ്ലണ്ടിന് ഉള്ളത്. പരിക്കുമാറി ജോഫ്ര ആർച്ചർ തിരികെ എത്തുന്നവർക്ക് അല്പം ആശ്വാസകരമാണ്. പക്ഷേ ആർച്ചറിന് പുറമെ റീസ് ടോപ്ലി, മാർക്ക് വുഡ്, ക്രിസ് ജോർഡാൻ, ടോം ഹാട്ട്ലി, ആദിൽ റഷീദ് തുടങ്ങിയവരാണ് അവരുടെ പ്രധാനപ്പെട്ട ബോളർമാർ. സോ ആർച്ചർ പരിക്കുമാറി തിരിച്ചെത്തിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് T20 വേൾഡ് കപ്പിൽ കണ്ടു തന്നെ അറിയണം. മാർക്ക് വുഡ് നല്ല സ്പീഡുള്ള പന്തുകൾ എറിയുമ്പോൾ പോലും അത്ര കണ്ട് വിക്കറ്റുകൾ നേടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇപ്പോൾ IPL തന്നെ പകുതിയിലാകട്ടെ ലക്നൗ സൂപ്പർ ജയൻസിന് താരമായിട്ടുള്ള മാർക്ക് വുഡ് പരിക്ക് പറ്റിയായിരുന്നു തിരികെ നാട്ടിലേക്ക് മടങ്ങിയത്. റീസ് ടോപ്ലി IPL അത്ര കണ്ട് പ്രകടനം അദ്ദേഹത്തിന്, അത്ര കാര്യമായ മത്സരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നുമില്ല. അത്ര മികച്ച പ്രകടനം അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചതുമില്ല. പിന്നീടുള്ളത് സ്പിൻ ബൗളിംഗിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം എക്സ്പീരിയൻസ്ഡ് സ്പിന്നറായിട്ടുള്ള ആദിൽ റഷീദാണ് അവരുടെ വിക്കറ്റ് ടേക്കിംഗ് ഓപ്ഷൻ. റഷീദിന് പുറമെ ടോം ഹാട്ട്ലി ഉണ്ട്. അല്പം ഒരു യുവതാരം തന്നെയാണ് ഹാട്ട്ലി. ജനുവരിയിൽ നമുക്കറിയാം ഇന്ത്യക്കെതിരെ ടെസ്റ്റ് പരമ്പരയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് മൊയിൻ അലി, അതോടൊപ്പം തന്നെ വിൽ ജാക്സും ബൗളിംഗ് ഓപ്ഷൻസ് ആയിട്ടുണ്ട് അവർക്ക്. ബാറ്റിംഗ്
ഇത്രയും തുടരുമ്പോൾ പോലും ബൗളിങ്ങിലെ അല്പം പോരായ്മകൾ തന്നെയാണ് ഇംഗ്ലണ്ടിന് ഇത്തവണ തലവേദന സൃഷ്ടിക്കുന്നത്. പക്ഷേ നിലവിലെ ചാമ്പ്യന്മാർക്ക് ഇത്തവണ കപ്പടിച്ചേ പറ്റൂ. സോ അതിനാൽ തന്നെ 2023 ഏകദിന വേൾഡ് കപ്പിലെ ദയനീയ പ്രകടനമൊക്കെ മറക്കണമെങ്കിൽ ബട്ട്ലർക്കും സംഘത്തിനും ഇത്തവണ കപ്പ് ഉയർത്തിയേ പറ്റൂ. സോ അങ്ങനെ കരുത്ത് കാട്ടി തിരിച്ചെത്തുമോ ടീം ഇംഗ്ലണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.